പി എസ് സഞ്ജീവ് ടെലിഫോൺ ലൈനുണ്ട്. SFI സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സഞ്ജീവ്, ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഷയാണ് MSF-ന് എന്ന് നിങ്ങൾ പറയാനുള്ള കാരണം എന്താണ്? പിന്നെ അരി എന്ന് പറയുമ്പോൾ പയറങ്ങായി എന്ന് പറയുന്ന പി കെ നവാസിന്റെ ഇപ്പോഴത്തെ ഉത്തരങ്ങൾ തന്നെയാണ് അതിനുള്ള ഒന്നാമത്തെ കാരണം. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വിമർശനത്തെ കേരളത്തിലെ കോളേജുകളുടെ എണ്ണം വെച്ച് തുലനം ചെയ്യാൻ നോക്കിയാൽ എവിടെ എത്തും? ഇന്ത്യയിലെമ്പാടുമുള്ള 20ഓളം സംസ്ഥാനങ്ങളിൽ ജില്ലാ കമ്മിറ്റികളും സംസ്ഥാന കമ്മിറ്റികളും അതിനപ്പുറത്തേക്ക് കൂടുതലായിട്ടുള്ള ഇടപെടൽ നടത്തുന്ന SFIയോട് ഇങ്ങനെയാണോ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ഉയർത്തിയത് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു വിമർശനമാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ ഭാഷ, ജമാഅത്ത് ഇസ്ലാമി ഇന്ന് MSF-നെ വിഴുങ്ങിയിരിക്കുന്നു. ഉത്തരാധുനിക സ്വത്വരാഷ്ട്രത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിട്ടൊരു ബോധത്തെ ഉയർത്തിപ്പിടിച്ചും ഇന്ത്യയിലും ലോകത്തും മതരാഷ്ട്ര സങ്കല്പം മുന്നോട്ട് വെക്കുന്ന ആ ലക്ഷണമൊത്ത ഒരു വർഗീയവാദ സംഘടന ഇന്ന് അങ്ങനെ മതം പറഞ്ഞ ഏതൊക്കെ ക്യാമ്പസിലാണ് MSF വോട്ട് ചോദിച്ചത് ശ്രീ സഞ്ജീവ്? അങ്ങനെ ഒരുപാട് സംഘടന. ഞാനിപ്പോ ഞാൻ നേരത്തെ ബൈറ്റ് കൊടുത്തപ്പോ കോളേജിന്റെ പേരും ഓഡിയോ ഉൾപ്പെടെ വിട്ടു. കണ്ണൂർ ജില്ലയിൽ മാത്രം മതം പറഞ്ഞ് വിദ്യാർത്ഥികൾക്കിടയിൽ ഇടപെടുന്ന കൃഷ്ണമേനോൻ വുമൻസ് കോളേജ്, NAM കോളേജ്, സർ സെയ്ദ് കോളേജ്, ഇനി എത്ര പേരേജ് വേണം, NIA കോളേജ്, ഇവിടെ ഒന്നും വിടാറില്ല. ഗുരുതരമായ ആരോപണത്തിനപ്പുറത്തേക്ക് മീഡിയ ഉൾപ്പെടെയുള്ള ചാനലുകൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് എത്ര വിധത്തിൽ നിങ്ങൾ വെള്ളം പെയിന്റ് അടിച്ചാലും, എത്ര വിധത്തിൽ ഇവരെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഇത്തരമുള്ള ആളുകൾ അംഗീകരിക്കാൻ കഴിയില്ല. സർ സെയ്ദ് കോളേജ് ഉൾപ്പെടെയുള്ള കോളേജുകളിൽ നിങ്ങൾ മതം പറഞ്ഞാണ് വോട്ട് തേടിയത് കുറി? അല്ല, ഞാൻ അതിനു മുമ്പ് ശ്രീ സഞ്ജീവ് സംസാരിക്കുന്ന ആമുഖത്തിൽ സംസാരിച്ചത് എന്റെ മറുപടി കേട്ടിട്ട് എന്റെ മറുപടി ഏത് ചോദ്യത്തിനാണെന്ന് അറിയാതെ സംസാരിക്കും. ഇന്നത്തെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം അങ്ങനെയായിരുന്നു. ഞങ്ങൾ എന്താണ് പറഞ്ഞത് അദ്ദേഹം കേൾക്കുന്നത്, അദ്ദേഹത്തിന്റെ കയ്യിൽ ഉത്തരവാണ്. എന്നോട് ആങ്കർ ചോദിച്ച ഞങ്ങൾ ഭരിക്കുന്ന കോളേജുകളുടെ ലിസ്റ്റ് ചോദിക്കുമ്പോൾ അതാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ SFIയുടെ സംസ്ഥാന സെക്രട്ടറി എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലാകുന്നില്ല. അദ്ദേഹം ചോദ്യത്തിലല്ല പ്രധാനം, അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് ഉത്തരവുണ്ട്. ആ ഉത്തരങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതാണ് ഇപ്പൊ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ജിഹ്വയായി, അവരുടെ നേതാവിന്റെ അനുയായിയായി ഞാൻ മാറിയിട്ടുണ്ട്. അതിന് പ്രധാനമായി കാരണം പറഞ്ഞത് ബ്രാഹ്മണ മാർക്സിസം, ബാഗ്ന കമ്മ്യൂണിസം എന്നൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് മീഡിയ വണ്ണിന്റെ പാനലിൽ ഇരുന്ന് പറയുന്നതാണ്, ഞാൻ പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. അദ്ദേഹത്തോട് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ പറയുന്നത് ഡോക്ടർ ബിശ്വാസിന്റെ ഒരു പുസ്തകം തന്നെ നിങ്ങളുടെ ബ്രാഹ്മണ മാർക്സിസത്തെ കുറിച്ചാണ്. അതുകൊണ്ട് അറിയാത്ത കാര്യത്തെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ സഞ്ജീവ, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അത് തീർച്ചയായും 1000 തവണ അടിവരയിട്ട് ഞാൻ പറയുന്നു. ഞാനൊന്ന് പറയട്ടെ സഞ്ജീവ്, പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ. നിങ്ങളുടെ കയ്യിലെ ഉത്തരം റെഡിമേഡായിക്കടെ വെച്ചോ. ഏത് എപ്പോഴും പറയാലോ നിങ്ങളുടെ ഉത്തരം, റെഡിമേഡ് ഉത്തരങ്ങൾ എപ്പോഴും പറയാലോ. അതെ, അതിലേക്ക് ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കട്ടെ സഞ്ജീവ. നിങ്ങളുടെ കയ്യിൽ റെഡിമേഡ് ഉത്തരങ്ങളല്ലേ, ഞാൻ എന്ത് പറഞ്ഞാൽ നിങ്ങൾ ഉത്തരം നിങ്ങൾ പറയും. നിങ്ങളുടെ ആരോപണങ്ങളാണ് ഇതൊക്കെ. ആദരണീയനായ സെക്രട്ടറി എന്നെ പറയാൻ അനുവദിക്കൂ. നിങ്ങളുടെ സമയത്ത് നിങ്ങൾ പറഞ്ഞോ. അല്ല, ജമാഅത്ത് ഇസ്ലാമിയുടെ വാക്കുകൾ നിങ്ങൾ ഇനി SFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ളത് വുമൻസ് കോളേജിൽ തീവ്രവാദം പറഞ്ഞ് വർഗീയത പറഞ്ഞാണ് ഞങ്ങൾ ജയിക്കാറുള്ളത്. ഞാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറി വെല്ലുവിളിക്കുന്നു. ആ ക്യാമ്പസിനകത്ത് തീവ്രവാദം പറഞ്ഞാണ് ജയിക്കാറ്. ഇനി അങ്ങനെ ആരെങ്കിലും അയാൾ ഭീകരവാദോ തീവ്രവാദോ വർഗീയതയെ പറയാൻ ശ്രമിച്ചാൽ അത് കേട്ട് വോട്ട് ചെയ്യുന്നവരാണ് കേരളത്തിലെ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ എന്നാണോ ഈ മഹാൻ പറയുന്നത്? ഇതെന്താ നഴ്സറിയാണോ കോളേജുകൾ?